നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നി കൊച്ചേരി. പ്രധാന വാർത്തകൾ. കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പടിയിൽ 8 നോമ്പാചരണത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. കടുത്തുരുത്തിയിൽ ഭാര്യാപിതാവ് യുവാവിന്റെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. ഓണക്കാലത്ത് സജീവ സാന്നിധ്യവുമായി എക്സൈസ് സംഘം രംഗത്തിറങ്ങി. ഭാഗവത വംശം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ദീപ്തസ്മരണയ്ക്ക് വ്യാഴാഴ്ച 1 വയസ്സ്. കുടിവെള്ളത്തിൽ തൂവലും മാംസാവശിഷ്ടവും. സംഭവം കല്ലറയിൽ. വാർത്തകൾ വിശദമായി. കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പടിയിൽ 8 നോമ്പാചരണത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ദൈവമാതാവിന്റെ പാദസ്പർശത്താൽ പുണ്യപ്ലവിതമായ നാട്ടിലെ തിരുനാൾ എന്ന നിലയിൽ വിദേശങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് തിരുനാൾ ദിനത്തിൽ മുത്തിയമ്മയുടെ സന്നിധിയിൽ എത്തുന്നത്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ തീയതികളിലാണ് മർത്തമറിയം ഫൊറാനപ്പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളും 8 നോമ്പാചരണവും നടക്കുക. 8 നോമ്പാചരണത്തിനും ജനന തിരുനാളിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുറവലങ്ങാട് മർത്തമറിയം ഫൊറാനപ്പള്ളി വികാരി ഫാദർ എബ്രാഹിം കൊല്ലിത്താനത്തമലയിൽ, സഹവികാരിമാരായ ഫാദർ മാത്യു എണ്ണക്കാപ്പിളിൽ, ഫാദർ ഇമ്മാനുവൽ പാരക്കാട്ട്, ജനറൽ കൺവീനർ ഇമ്മാനുവൽ നിതീരി എന്നിവർ അറിയിച്ചു. തിരുനാൾ ആഘോഷത്തിന് നടത്തിപ്പിനായി 201 അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. തങ്കച്ചൻ കാവുങ്കൽ, നിതീഷ് മാത്യു, ബ്രൈസ് ലൂക്കോസ്, പി ജെ ജോർജ്, ബേബി പനങ്കുഴ, സാബു ഒറ്റക്കണ്ടത്തിൽ, ജോസ് പട്ടണമടം, CM ദേവസ്യ, ME സെബാസ്റ്റ്യൻ, ജോയി ആനിക്കാട്, TK തോമസ്, ബെന്നി കൊച്ചുകിഴക്കേടം, ദേവസ്യ പൊറ്റമേൽ, സോബി ജോൺ, UD മത്തായി, സുനിൽ ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ പ്രവർത്തനം നടത്തുന്നത്. ബാഹ്യാഘോഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തിരുക്കർമ്മങ്ങൾക്കും മാതൃഭക്തിയുടെ നേരനവും സമ്മാനിക്കും വിധം നോമ്പാചരണത്തിനും പ്രാധാന്യം നൽകിയാണ് 8 നോമ്പാചരണം നടത്തുന്നത്. സെപ്റ്റംബർ 1 രാവിലെ 7 ഫൊറാന വികാരി ഫാദർ എബ്രാഹിം കൊല്ലിത്താനത്തമലയിൽ കൊടിയേറ്റുന്നതോടെ തിരുനാളിന് തുടക്കമാകും. ദേവജനനെ മണ്ണിലിറങ്ങി അനുഗ്രഹിച്ച പുണ്യഭൂമിയിലെ തിരുനാൾ എന്ന നിലയിൽ വിദേശങ്ങളിൽ നിന്നടക്കം നൂറുകണക്കായ വിശ്വാസികൾ 8 നോമ്പിന്റെ ദിനങ്ങളിൽ മുത്തിയമ്മയുടെ തിരുസവിധത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് AD 335 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവ് മണ്ണിൽ കൈകൊണ്ട് നീർച്ചാൽ തെളിച്ച് കുട്ടികളുടെ ദാഹം തീർത്ത അത്ഭുത ഉറവ വിദേശികളടക്കമുള്ള തീർത്ഥാടക സഹസ്രങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ സമ്മാനിക്കുന്നത് ഭക്തിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും മരിയ ഭക്തിയുടെയും നീരുറവയാണ്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി കർഷക ദിനം, എൽഡേഴ്സ് ദിനം, സമർപ്പണ ദിനം, സംഘടനാ ദിനം, വാഹന വഞ്ചരിപ്പ് ദിനം എന്നിവ ക്രമീകരിച്ചിട്ടുള്ളതായി വികാരി അറിയിച്ചു. 8 നോമ്പാചരണം സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണിക്ക് കൊടിയേറ്റം, തിരുസ്വരൂപ പ്രതിഷ്ഠയും, അതോടെ തിരുനാളിന് ആരംഭമാണ്. തിരുനാൾ ദിനമായിട്ട് ആണ് ആചരിക്കുന്നത്. അന്ന് രാവിലെ 5:30-ക്കും 7 മണിക്കും 7:30-ക്കും വിശുദ്ധ കുർബാനയുണ്ട്. ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് സംഘടനാ സംഗമം. 5 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും തിരുവചന സന്ദേശവും മുൻ വികാരിയായിരുന്ന ഡോക്ടർ ജോസഫ് മലയപ്പുറമ്പിൽ നടത്തും. കടുത്തുരുത്തിയിൽ ഭാര്യാപിതാവ് യുവാവിന്റെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കടുത്തുരുത്തി KS പുരം ഞാറക്കാട്ടിൽ സുഭാഷാണ് ഭാര്യാപിതാവിന്റെ വെട്ടേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഭാഷിന്റെ ഭാര്യാപിതാവ് കടുത്തുരുത്തി KS പുരം പുളുക്കിയിൽ ബെന്നിയെ കടുത്തുരുത്തി SI ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 8ഓടെയാണ് സംഭവം. സുഭാഷ് രാവിലെ വഴിയെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നാലെ എത്തിയ ഭാര്യാപിതാവ് ബെന്നി വടിവാൾ ഉപയോഗിച്ച് സുഭാഷിന്റെ കഴുത്തിന് വെട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പലതവണ വടിവാളിന് വെട്ടേറ്റ സുഭാഷ് നിലത്ത് വീണതോടെ സ്ഥലത്തു നിന്നും ഭാര്യാപിതാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. 6 മാസം മുമ്പായിരുന്നു സുഭാഷിന്റെ വിവാഹം. വിവാഹവുമായി ബന്ധപ്പെട്ട് നേരിയ അസ്വാരസ്യങ്ങൾ ഇരു വീടുകളും തമ്മിൽ നിലനിന്നിരുന്നതായും പറയുന്നുണ്ട്. ഓണക്കാലത്ത് സജീവ സാന്നിധ്യവുമായി എക്സൈസ് സംഘം രംഗത്തിറങ്ങി. അനധികൃത മദ്യവിൽപ്പനയും ഉപഭോഗവും തടയാനാണ് എക്സൈസിന്റെ ശ്രമം. ഇളം തലമുറയിലെ ലഹരി ഉപയോഗം തടയാൻ ബോധവൽക്കരണ ശ്രമങ്ങളിലും എക്സൈസ് സജീവം. ഓണക്കാലം കണക്കിലെടുത്താണ് എക്സൈസ് വകുപ്പ് അടിയന്തര റെയ്ഡ് അടക്കമുള്ള നടപടികളുമായി സജീവമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. കുറവലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ VT അജയന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം
റെയ്ഡ് അടക്കമുള്ള ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ സ്ഥലങ്ങളിൽ നിന്നും അനധികൃത മദ്യശേഖരത്തിന് സാധ്യത ഉയരുന്ന സാഹചര്യത്തിലാണ് റെയ്ഡ് അടക്കമുള്ള ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തുന്നതെന്ന് കുറവലങ്ങാട് എക്സൈസ് ഇൻസ്പെക്ടർ VT അജയൻ പറഞ്ഞു. അനധികൃത മദ്യശേഖരം പിടികൂടുന്നതിനും അനധികൃത മദ്യത്തിന്റെ ഉപയോഗം തടയുന്നതിനുമുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത്. റെയ്ഡ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനുള്ള ക്രമീകരണങ്ങളും എക്സൈസ് വകുപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. കുറവലങ്ങാട്, കാണക്കാരി, വെളിയന്നൂർ, ഉഴവൂർ, മരങ്ങാട്ടുപള്ളി, കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടത്തുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിയും സ്വയം സഹായ സംഘങ്ങൾ വഴിയും ബോധവൽക്കരണ ശ്രമങ്ങൾ സജീവമാക്കുന്നതായി എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. സംസ്ഥാന, ജില്ലാ തലത്തിലുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണമാണ് ഓണക്കാലം കണക്കിലെടുത്ത് വാഹന പരിശോധനയും കോമ്പിംഗ് ഓപ്പറേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളും വിപുലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് എക്സൈസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കടത്തുകയായിരുന്ന 1.25 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം കുറവലങ്ങാട്ട് പിടികൂടിയിരുന്നു. ജില്ലയിൽ 2 ഇൻസ്പെക്ടർമാരുടെ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം കോട്ടയം കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ട്രൈക്കിംഗ് ഫോഴ്സും കോട്ടയം കേന്ദ്രീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമും കൂടാതെ വാഹന പരിശോധനാ സംഘം വേറെയുണ്ട്. അത് അദ്ദേഹം നിർദ്ദേശപ്രകാരം പല ഭാഗങ്ങളിലേക്കായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നു വരികയും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുകളിലായി 10 ദിവസത്തിന് മുകളിലായി നടന്നു വരികയും. ഭാഗവത വംശം മള്ളിയൂർ ശങ്കരൻ നമ്പൂരിയുടെ ദീപ്ത സ്മരണയ്ക്ക് വ്യാഴാഴ്ച 1 വയസ്സ്. മള്ളിയൂരിന്റെ സ്മരണകൾ ജ്വലിപ്പിച്ച് വ്യാഴാഴ്ച നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമാകും. ഭാഗവത കഥാകഥനത്തിനായി ജീവിതം സമർപ്പിച്ച ഭാഗവത വംശം ഭാഗവത സേവാരത്നം മള്ളിയൂർ ശങ്കരൻ നമ്പൂരിയുടെ 1ാമത് സമാധി ദിനമായ വ്യാഴാഴ്ച മള്ളിയൂരിൽ നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമാകും. 2011 ഓഗസ്റ്റ് 2-നാണ് മള്ളിയൂർ ഭഗവത് പദം പൂകിയത്. ഇല്ലായ്മകളോടും വല്ലായ്മകളോടും ഭാഗവത പുണ്യത്തിന്റെ കരുത്തിൽ മുന്നേറി സാധാരണ ജനങ്ങൾക്ക് ആത്മീയതയുടെ പുതിയ വെളിച്ചം പകർന്ന് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊണ്ട ഭാഗവത വംശം മള്ളിയൂർ ശങ്കരൻ നമ്പൂരിയുടെ 1ാമത് സമാധി ദിനം എത്തുമ്പോഴേക്കും ആയിരക്കണക്കായ മള്ളിയൂർ ഭക്തരും വൈഷ്ണവ ഗണപതി ഭക്തരുമാണ് മള്ളിയൂർ എത്തിച്ചേരുന്നത്. ഭാഗവത വംശത്തിന്റെ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥലത്താണ് അനുസ്മരണാർത്ഥം നക്ഷത്രവനം ക്രമീകരിക്കുന്നത്. വ്യാഴാഴ്ച 9:30 നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളടക്കം ഒട്ടേറെ പേർ പങ്കെടുക്കും. കുടിവെള്ളത്തിൽ തൂവലും മാംസാവശിഷ്ടങ്ങളും. സംഭവം കല്ലറയിൽ. നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്ന മുണ്ടാർ കുടിവെള്ള പദ്ധതിയിലാണ് ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന വെള്ളം വിതരണം ചെയ്തത്. കല്ലറ പഞ്ചായത്തിലെ മുണ്ടാർ പ്രദേശത്തേക്കുള്ള കുടിവെള്ള പൈപ്പിൽ നിന്നാണ് നാട്ടുകാർക്ക് തൂവലും മാംസകഷ്ണങ്ങളും കിട്ടിയത്. ബുധനാഴ്ച 2 മണിയോടെയാണ് സംഭവം. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട മുണ്ടാറിലേക്ക് കല്ലറ ചന്തപ്പറമ്പിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. ഉച്ചശേഷമാണ് ഇവിടേക്ക് പമ്പിംഗ് നടത്തുന്നത്. ബുധനാഴ്ച വെള്ളം ശേഖരിച്ച മിക്കവർക്കും വെള്ളത്തോടൊപ്പം തൂവലും മാംസവും കിട്ടി. വെള്ളത്തിന് രൂക്ഷമായ ദുർഗന്ധമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കുടിവെള്ളം പമ്പ് ചെയ്യുന്ന ടാങ്കിന് മൂടിയുണ്ടെന്നും സംഭവം സംബന്ധിച്ച് ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ പറഞ്ഞു. ഇനി ഇടവേള.